എന്താ പോകുന്നില്ലേ? പിന്നെ വേഗമാട്ടെ. ഇതൊരു മെരുക്കില്ലാത്ത കുതിരയാണല്ലോ. റൈഡിങ്ങിന് എക്സ്പേർട്ട് ആണെന്നല്ലേ പറഞ്ഞേ, പിന്നെ ഏത് കുതിരയായാലും എന്താ? ഇത് എന്ത് ചെയ്തിട്ട് അനങ്ങുന്നില്ല. അതിന് ഞാൻ വഴി ഉണ്ടാക്കാം. അറിയില്ലെങ്കിൽ നീ എന്തിനാ റൈഡിങ്ങിന് പോയത്? ആർക്കെന്ത് സംഭവിച്ചാൽ എന്താ? ഗൈഡ്സിനൊക്കെ പൈസ കിട്ടിയാൽ മതി. രാജുവിന് എന്തിനാ കുറ്റം പറയുന്നത്? എന്റെ നിർബന്ധം. രാജു ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടി എന്റെ ഡെഡ് ബോഡിയും കൊണ്ട് നാട്ടിലേക്ക് പോയേനെ. എന്താ മോളെ ഈ പറയുന്നത്? എന്താ ഇപ്പൊ വിശേഷമൊന്നുമില്ലല്ലോ. ആർക്കാ? അല്ല നിമ്മി. വിശേഷമൊന്നുമില്ല. നീ എന്തിനാ അവളെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ട് പോയത്? ഞാൻ വിളിച്ചില്ല, റൈഡിങ്ങിന് പോണെന്ന് പറഞ്ഞു. വന്നപ്പോ ഞാൻ അവള് പറഞ്ഞു കേൾക്കാൻ നടക്കാൻ. നീ എന്റെ തൊഴിലതാ. മതി വാചകം, പൊയ്ക്കോ. രാജു. ഗുഡ് മോർണിംഗ് മേനോ സാർ. രാജു നിമ്മിയുടെ വിവരം അറിയാനായിരിക്കും വന്നത്. വരൂ. ഞാൻ കാരണം നിമിക്ക്? അതൊന്നുമല്ല. ഞാൻ റൈഡിങ്ങിന് എക്സ്പേർട്ട് ആണെന്ന് കള്ളം പറഞ്ഞില്ലേ, അതിന് കിട്ടിയ ശിക്ഷയാ. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്തു. ഭാഗ്യത്തിനാ ഒന്നും പറ്റാതിരുന്നത്. ഇതാരുടെ ഫോട്ടോയാ? എന്റെ ഡാഡിയും മമ്മിയോ. മമ്മി എന്റെ ചെറുപ്പത്തിലേ മരിച്ചു. ഡാഡി 3 വർഷം മുമ്പ് ഒരു കാർ ആക്സിഡന്റിൽ. വരട്ടെ. പൂക്കാരി, പൂവിനെന്താ വില? ഒരു മുഴം 2 രൂപ സാർ. അത്രേ ഉള്ളോ? ഇത്രയും നല്ല പൂവിന് 2 രൂപയുള്ളൂ? അത് തീരെ കുറവാണല്ലോ. നിന്റെ പേരെന്താ? സാറിന് പൂവല്ലേ വേണ്ടത്? എന്റെ പേരെന്തിനാ അറിയുന്നേ? പൂവിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് പൂക്കാരിയാ, അതുകൊണ്ടാ. അതെന്തൊരു പോക്കാ. നിക്കുന്നേ, പൂ തന്നിട്ട് പോ. നിന്നെ ഞാൻ പേടിക്കണ്ട സാറേ, ആരും കണ്ടില്ല. എന്താ സാറേ കവിള് ചുവന്നിരിക്കുന്നത്? കടന്നൽ കുത്തി. കൂടലക്കാതെ കടന്നൽ ആരെയും കുത്താറില്ല. സൂക്ഷിച്ചില്ലെങ്കിൽ കടന്നൽ അടുത്ത കവിളിലും കുത്തും. സാറേ, ആ മേനോ സാർ അമ്മച്ചി എത്ര നല്ലവരാ. ഞാൻ അവരോട് പറയാൻ പോകുന്നില്ല. പറഞ്ഞാൽ ചിലപ്പോ അമ്മച്ചി സഹിക്കില്ല. അവർ ഹാർട്ട് പേഷ്യന്റ് അല്ലേ. ആ ഒരു ഓർമ്മയെങ്കിലും സാറിന് വേണ്ടേ? നീ എത്ര നാളാ ഇങ്ങനെ പൂവിട്ട് നടക്കാൻ പോകുന്നത്? മരിക്കുന്നവരെ. പിന്നെ അച്ഛൻ ഉടനെ നിന്നെ പിടിച്ചു കെട്ടിക്കാൻ ഒരു കുതിരക്കാരനെ അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ കെട്ടുന്നില്ല. അപ്പൂവിനെ കണ്ടില്ലേ? പനിയൊക്കെ മാറിയോ? മാറി.
ഇന്നലെ കണ്ടിരുന്നു. അണ്ണ, അപ്പം കൊണ്ടുവരുന്ന കല്യാണത്തിന് അണ്ണൻ സമ്മതിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. അപ്പന്റെ സ്വഭാവം അണ്ണൻ അറിയാമല്ലോ. ഞാൻ അപ്പൂനെ അല്ലാതെ മറ്റൊരാളെയും കല്യാണം കഴിക്കില്ല. അണ്ണൻ ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. ഇപ്പോഴല്ല, എന്നെങ്കിലും. എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. എനിക്കെല്ലാം നിങ്ങളാണ്. നിന്റെ ആഗ്രഹത്തിനപ്പുറം എനിക്കൊന്നുമില്ല. നീ പിടിക്കണ്ട, നിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. വാ. എങ്ങോട്ടാടാ മോനെ? ഈ കുട്ടി ഒന്ന് സൂയിസൈഡ് പോയിന്റ് കാണിക്കാൻ കൊണ്ടുപോവാ. ഏതാ ഈ കുട്ടി? അമ്മ, ഇത് മേനോൻ സാറിന്റെ അവിടുത്തെ. ഓ, അത് ശരി. ചെൽ ആ. വേടാ ജിമ്മി. ആരാ രാജു അത്? എന്റെ മാമൻ, അങ്കിളോ? എന്റെ വളർത്തച്ഛൻ എന്ന് വേണമെങ്കിൽ പറയാം. രാജുവിന്റെ അച്ഛനും അമ്മയും? എന്താ രാജു ഒന്നും മിണ്ടാത്തത്? എനിക്ക് എന്റെ അച്ഛനെ അമ്മയും കണ്ട ഓർമ്മയില്ല. ഒരു അനാഥനാണ് ഞാൻ, അംഗീകരിക്കപ്പെടാത്തവൻ. എന്റെ ജോലി അതുപോലാണല്ലോ, അൺഓതറൈസ്ഡ് ഗൈഡ്. സത്യത്തിൽ ഈ കൈനോട്ടവും ജ്യോതിഷവും ഒന്നും എനിക്കറിയാൻ പാടില്ല. ജീവിക്കാൻ വേണ്ടിയാ ഈ വേഷങ്ങളൊക്കെ കിട്ടുന്നത്. അതൊക്കെ പോട്ടെ, ദോ കാണുന്ന സൂയിസൈഡ് പോയിന്റ്. വാ. കാലൊന്ന് തെറ്റി താഴെ പോയാ പൊടി കാണില്ല. എങ്ങനെ ഈ സ്ഥലത്തിന് സൂയിസൈഡ് പോയിന്റ് എന്ന് പേരുണ്ടായത്? അത് പിന്നെ പണ്ട് സായിപ്പന്മാരുടെ കാലത്ത് അവരിവിടുത്തെ സുന്ദരികളായ പെൺകുട്ടികളെ വലവീശി പിടിച്ച്. വല വീശുകയോ? അതെന്ത് വലയാ? അത് അവരെ പിടിച്ച് മാനഭംഗപ്പെടുത്തുമായിരുന്നു. അങ്ങനെ ചാരിത്രം നഷ്ടപ്പെട്ട പല പെൺകുട്ടികളും ഇവിടെ വന്ന് ചാടി ചത്തിരുന്നത്. അങ്ങനെയാണ് സൂയിസൈഡ് പോയിന്റ് എന്ന് പേര് കിട്ടിയത്. ഏതായാലും സായിപ്പന്മാരെ കൊണ്ട് ഇങ്ങനെ ഒരു പേരുണ്ടായല്ലോ. പിന്നെ ഈയിടെ അടുത്തൊരു സൂയിസൈഡ് ഉണ്ടായി. ഒരു മദ്രാസ് ഗേൾ, ഒരു കോളേജ് ബ്യൂട്ടി. അവർക്ക് സംതിങ് ലവ് ഫെയിലിയർ ആണെന്ന് തോന്നുന്നു. അവര് മദ്രാസിൽ നിന്ന് ഫ്ലൈറ്റ് മധുര വന്നിറങ്ങി അവിടുന്ന് ടാക്സി വിളിച്ച് ഇവിടെ വന്ന് ചാടിച്ചെത്തു. അത് കൊള്ളാലോ. അപ്പൊ ലവ് ഫെയിലിയർ ആയവർക്ക് വേണ്ടിയുള്ള ഒരു ഫേമസ് പ്ലേസ് ആണല്ലേ ഇത്? ഞാനും ചാടി നോക്കട്ടെ. നിമ്മി, നിന്നോട് ആര് പറഞ്ഞു ഒറ്റയ്ക്ക് വരാൻ? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. നിന്നോട് പറഞ്ഞിട്ടില്ല റാസ്കൽ. നിന്നെ ഞാൻ വിനുവേട്ടാ, ഞാൻ വിളിച്ചിട്ടാണ് രാജു വന്നത്. വിദ്യാഭ്യാസം മാത്രം ഉണ്ടായ പോരാ, കുറച്ച് മാനേഴ്സ് കൂടി വേണം. മാനേഴ്സ് നീ എന്നെ പഠിപ്പിക്കണ്ട, എനിക്കെല്ലാം അറിയാം. ഒരു ഗൈഡ് അവളുടെ ഒരു സ്ഥലം കാണലും. മാടി വീട്ടിലേക്ക്. ഞാൻ വന്നോളാം. ഈ വക തെണ്ടുകളായിട്ടുള്ള നിന്റെ നടത്തം ഇന്നത്തോട് ഞാൻ നിർത്തിയേക്കാം. സോറി രാജു. എന്നെ ആർക്കും എന്തും പറയാമല്ലോ. ഞാൻ ആരുമില്ലാത്തൊരു അനാഥൻ, പണമില്ല, പഠിപ്പില്ല. പക്ഷെ ഒന്നുണ്ട് അഭിമാനം. നിന്നെ ഓർത്തിട്ടാ ഞാൻ തിരിച്ചൊന്നും പറയായിരുന്നു. എനിക്ക് വേണ്ടി ക്ഷമിക്കൂ.